അപ്പോൾ ഹലോ ഗായ്സ്, നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മൈൻക്രാഫ്റ്റിലൊരു സ്മോക്കി തിങ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിൻ്റെ പേര് അണ്ടർഗ്രൗണ്ട് സ്മോക്കി ഹൗസ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാം. അതിൻ്റെ മുമ്പ് നിങ്ങൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഞാൻ കുറേ ദിവസം മുന്നേ ഒരു പപ്പിയുടെ ഹൗസ് ഉണ്ടാക്കുന്ന ഇട്ടായിരുന്നു. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്കിതേ പോവാം. ഇതാണ് എൻ്റെ സർവൈവൽ വേൾഡിലാണ് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ലോഡാവുകയാണ്. ലോഡ് 25 ആയി, 70. അപ്പോൾ ഇത് ജനറേറ്റ് ചെയ്യാണ്, ലോഡിങ്. അപ്പോൾ ഇത് നമ്മളെത്തി. അപ്പോൾ ഇതാണ് എൻ്റെ സർവൈവൽഡ്. ഇവിടെ ഇപ്പം നൈറ്റ് ആയിട്ടുണ്ട്. പിന്നെ അവിടെ എൻ്റെ ഒരു കാറുണ്ട്. ഞാൻ കാണിച്ചു തരാം ഞാൻ ഏത് പപ്പിയുടെ പറ്റിയായിരുന്നു പറഞ്ഞിരുന്നത്. ഇത് നിങ്ങൾ ഈ ഒരു പപ്പിയുടെ വീട് കണ്ടിട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് പോവാം. ഞാൻ ഫ്ലിൻറ്റർ സ്റ്റീലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, കാരണം ഇതൊരു സീക്രട്ടിക്കലായിട്ട് വേണം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണെന്ന്. അപ്പോൾ അത് ഇവിടെ ഉണ്ടാക്കാം, നമ്മളുടെ നെതർ പോർട്ടിൽ. അപ്പോൾ ഞാൻ ഇത് ഇവിടെ, പിന്നെ ഒന്ന് ഇവിടെയും വെക്കും, പിന്നെ ഒന്ന് അവിടെയല്ല, ഞാൻ ഇവിടെ വെക്കണം. പിന്നെ ഞാനിപ്പോൾ നൈറ്റിൽ നിന്ന് ഡേ ആക്കാം, കാരണം ഒന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ കമാൻഡ് ടൈംസ് ഡേ. ഇപ്പോൾ ഡേ ആവും. ഡേ ആയി, സ്കെലട്ടനും പോയി. അപ്പോൾ നമുക്കിത് ബിൽഡ് ചെയ്യാം. 1 2 3 ഹൈറ്റ് നോക്കട്ടെ. നോട്ട് ഡൺ യെറ്റ്. അപ്പോൾ അത് ഒന്നും കൂടി വെക്കണം. അത് വെച്ചു. അതേമാതിരി ഇവിടുന്ന് സ്പെയിൻ ചെയ്യണം. പിന്നെ ഇങ്ങോട്ട് ഒന്നിങ്ങോട്ട്. അപ്പോൾ ഇത് നമ്മളുടെ നെതർ പോർട്ടലായിട്ടുണ്ട്. പിന്നെ എനിക്കൊരു കാര്യം കൂടി എഴുതാം. ഇവിടെ ഇങ്ങനെ ഇത് നമ്മളുടെ നെതർ പോർട്ടൽ. പിന്നെ എനിക്കൊരു കാര്യം കൂടി എഴുതാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നത് സ്മോക്കി അണ്ടർഗ്രൗണ്ട് ഹൗസിക്കാണ്. അപ്പം ഞാനത് എവിടെ നമ്മളുടെ സൈൻ ബോർഡ് കിട്ടിയില്ലല്ലോ. ഇതാ ഇവിടെ ഉണ്ട്. അപ്പം നമുക്കിത് സൈൻ ബോർഡിൽ ഒന്ന് സൈൻ എടുക്കാം. പിന്നെ നമുക്ക് എഴുതാം ഇവിടെ. അയ്യോ ആയില്ലേ. അവിടെ എഴുതാം നമുക്ക് SMOOKY സ്മോക്കി ചെസ്റ്റ് CHEST. അപ്പോൾ ഇത് സ്മോക്കി ചെസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് സ്മോക്കി ചെസ്റ്റിൻ്റെ വേഗക്കാടാണ്, പക്ഷേ ശരിക്കും നെതർ പോർട്ടിക്കേ കൊണ്ടുപോകത്തുള്ളൂ. അപ്പം നമ്മൾ നെതർക്ക് അപ്പോൾ ഇത് നെതർ റോഡായി. ഇതെന്ത് ഈ സാധനത്തിലേക്ക് എങ്ങനെ കൊണ്ടുവന്ന്? എന്നാൽ ഞാൻ ഇവിടെ സ്മോക്കി ഹൗസ് ഉണ്ടാക്കാം, അതായിരിക്കും ഗ്രേറ്റ്. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ എടുക്കട്ടെ. അപ്പോൾ അത് സാധനങ്ങൾ നമുക്ക് എടുക്കാം. അതിൽ ഞാൻ എന്തൊക്കെയൊക്കെ വേണമെന്ന് നോക്കട്ടെ. ഒബ്സിഡിയം വേണം, പിന്നെ ചെസ്റ്റ് അല്ല എൻ്റെ പേര്. അപ്പോൾ ചെസ്റ്റ് എവിടെ ഒന്ന് നോക്കട്ടെ ഞാൻ. അപ്പോൾ അതെ ചെസ്റ്റ് ഇത് എവിടെ കിട്ടി. അപ്പോൾ ഈ ചെസ്റ്റും വേണം. പിന്നെ അവിടെ കുറച്ച് സീക്രട്ടിക്കലും ഉണ്ട്, ഒബ്സിഡിയൻ. പിന്നെ ഞാൻ കുറച്ച് റെഡ് വൂളും കൂടി എടുക്കുവാണ്. അപ്പോൾ അത് റെഡ് വൂൾ എടുക്കാം. റെഡ് വൂൾ എവിടെ? അല്ലെങ്കിൽ നെതർ ബ്രിക്സ് എടുക്കാം. നെതർ ബ്രിക്സ്
അപ്പം അത് ഉണ്ടാക്കാം. പിന്നെ ഡോറും വേണം. ഡോർ എടുത്തില്ല ഞാൻ, പക്ഷേ ഉണ്ടാക്കാം. 3. അപ്പോൾ ഇവിടെ നമ്മൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് ഇവിടെ ഇങ്ങനെ കുറച്ച് വലുതാണ് ഈ സ്മോക്കി ചെസ്റ്റ് ഹൗസ്. അയ്യോ, ഈ ഒബ്സിഡിയൻ പോർട്ടിൻ്റെ അവിടെ ഇത്ര ആവണ്ടേന്നു. അപ്പോൾ നമുക്ക് കുറച്ച് അങ്ങോട്ട് എടുക്കാം, അതായിരിക്കും നല്ലത് അല്ലേ? അപ്പം ഞാനെന്ത് ഇങ്ങോട്ട് കുറച്ചും കൂടി എടുത്തു. കുറച്ചും കൂടി എടുക്കണം. ഇങ്ങോട്ട് ഇനിയും കുറച്ച് ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ അത് ഇതാണ് ഗ്രേറ്റ്. അല്ലെങ്കിൽ വേണ്ട, കുറച്ചും കൂടി അങ്ങോട്ട് വലിച്ച്. ഓക്കെ, ഇത് മതി. ഇനി നമുക്ക് മൊത്തം ഫില്ല് ചെയ്യണം. കുറച്ച് നേരം എടുക്കും. നമുക്കത് ഫില്ല് ചെയ്യാം. മുകളിലല്ല, താഴത്തോട്ടാണ്. ഈ ലാവ വരെ എത്തി. ലാവ വരെ എത്തിയാലും കുഴപ്പമില്ല, ലാവ പോവല്ലോ. ലാവ പോയി. അപ്പം അതേ ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് വലിക്കാം. അപ്പം ഇതാണ് നമ്മളുടെ സ്മോക്കി ഹൗസ്. ഇത്രയും വലുപ്പമുള്ളതാണ് ഈ സാധനം. ഉള്ളിലല്ല, പുറത്ത്. അപ്പോൾ ഇങ്ങനെ ഞാൻ ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബ്ലോക്സ് മുകളിലേക്ക് വലിക്കണം. അതെ, കുറച്ചും കൂടി വലിക്കാം. ഒരു ബ്ലോക്കും കൂടി ഇങ്ങനെ വലിക്കണം. അപ്പോൾ അതെ, ഇതിങ്ങനെ കവർഡായി. പിന്നെ നമുക്ക് ഇങ്ങനെ വലിക്കണം. കാണുന്നില്ലല്ലോ. ഇപ്പം കണ്ടു. അപ്പോൾ അതെ, നമുക്ക് ഇങ്ങനെ പിന്നെ ഇവിടെ നിന്നും കൂടി കവർ ചെയ്യണം. അപ്പോൾ അതെ, നമ്മൾ കവർ ചെയ്യുവാണ്. അപ്പോൾ അതെ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വാ. അങ്ങനെ ഇതായത്. കളർ ചേഞ്ച് ആയില്ലേ? ഇത് കളർ ചേഞ്ചിങ്ങുമായി, ഗ്രാസിൻ്റെ പോലെ. വാ, കൊള്ളാലോ. കളർ ചേഞ്ച് ഇതുമല്ല, കളർ ചേഞ്ചുമായി. അപ്പോൾ അത് എത്ര ലെങ്ത്ത് നമ്മൾ ഇവിടെ എടുക്കണം. അപ്പോൾ അതെ, എത്ര ലെങ്ത്ത് നമ്മളിവിടെ എടുക്കുകയാണ്. അപ്പോൾ അതെ, നമ്മളിത് ഇപ്പോൾ മനസ്സിലായി. ഇവിടെ ലാമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കളർ ചേഞ്ച് ആയത്. അല്ലെങ്കിൽ ഒബ്സിഡിയൻ ബ്ലാക്ക് തന്നെയായിരുന്നു അല്ലേ? ബ്ലാക്ക് അല്ല, വയലറ്റും ഒരു ഡീപ് ബ്ലൂവും ബ്ലാക്കും കൂടി ചേർന്നിട്ടുള്ളൊരു കളറാണ് ഒബ്സിഡിയൻ. അപ്പോൾ അതെ, ഇവിടെയും ഫിൽ ചെയ്തു. ഇനി അടുത്ത ഇവിടെ ഫിൽ ചെയ്യാം. ഇനി അവിടെ നിന്ന് വലിക്കണം. കറക്റ്റ്. ഇല്ല, കുറച്ച്. അപ്പോൾ അതെ, ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ചു. ഇത് കുറേ വലിക്കണമല്ലോ. അപ്പം ഞാനിത് വലിക്കുകയാണ്. വലിച്ചു. പിന്നത് ഇങ്ങോട്ട് ഇങ്ങനെ വലിക്കണം. അപ്പം ഞാനിത് ചെയ്തു. അപ്പം ഇനി നമുക്ക് ഇവിടെ നിന്നും കൂടിയും കവർ ചെയ്യാനുണ്ട്. അപ്പം നമുക്കിത് കവർ അപ്പം ഞാനിത് കവർ ചെയ്യുക. അപ്പം അപ്പം ഞാനിത് ഇവിടെ കവർ ചെയ്തു. ഇവിടെ കവർ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഡോറ് വേണം. ഡോറിനെ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ഈ ഡോർ എടുക്കുക, ഡാർക്ക് ഡോർ. അത് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ നമുക്ക് ലെങ്ത്ത് 1 2 മനസ്സിലാവുന്നില്ല ഡൂഡ്. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും ഒന്ന് വെച്ചേക്കാം, വെച്ചാൽ മതിയല്ലോ. അതെ, ഇവിടെയും വെച്ചു. ഇത് കറക്റ്റല്ല. അപ്പോൾ ഇവിടെയും വെക്കുന്നത് കറക്റ്റോ? അതും കറക്റ്റല്ല. അപ്പോൾ ഇവിടെ വെക്കുന്ന ഒരു ഡോറ് മതി. അപ്പോൾ അതെ, നമുക്ക് ഡോറ് വരുന്ന സമയത്ത് ഫില്ല് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. അപ്പം
അതെ ഇങ്ങനെ ഫില്ല് ചെയ്തിരിക്കുമെന്ന്. ഇത് കുറച്ച് നേരം എന്തായാലും ഉറപ്പായിട്ടും എടുക്കും, കാരണം ഇത് കുറച്ച് വലിയ സാധനം കൂടിയാണ്. പിന്നെ ഇതിൽ സീക്രട്ട് തിങ്സും ഉണ്ട്. അപ്പം അതെ ഇത്രയായി. ഇനി ഇവിടെ ഫില്ല് ചെയ്യൂ, പിന്നെ ഇവിടെ ഫില്ല് ചെയ്യണം, പിന്നെ ഇവിടെയും കൂടി. അപ്പം ഇവിടെ എല്ലാം ഫില്ല് ചെയ്തു. ഇവിടെ ഫില്ല് ചെയ്തില്ലേ? ചെയ്തില്ല. അപ്പോൾ ഇവിടെയും ഫില്ല് ചെയ്തു. പിന്നെ ഇങ്ങനെ ഇത് ഇങ്ങോട്ട് ഇങ്ങനെ വരുവാണ്. അപ്പോൾ ഞാൻ ഇവിടെയും ഇവിടെ കാണുന്നില്ലല്ലോ. ഇവിടെ പിന്നെ ഇവിടെയും കൂടി വെച്ചു. അപ്പോൾ അത് ഇത്ര ആയി നമ്മളുടെ കംപ്ലീറ്റഡ്. ഇനി നമുക്ക് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ പിന്നെ ഇവിടെ ഫില്ല് ചെയ്യുവാണ്. ഇവിടെ ഇങ്ങനെ. അപ്പം കുറേ നേരമായി. ഇനി ഇങ്ങോട്ട് പിന്നെ 2 സ്ഥലത്തും കൂടി ചെയ്യാറുണ്ട്. പോവാ. അയ്യോ ഞാൻ ഇത്ര എടുത്തായല്ലോ. ഒന്ന് ഇവിടെ ഇങ്ങനെ, പിന്നെ ഇവിടെ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ. അപ്പോൾ ഇത് കണ്ടോ എന്ത് രസമാണ് കാണാൻ. നല്ല 3D എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്, റിയലിസ്റ്റിക് 3D എഫക്റ്റ്. അതെ ഇവിടെ നല്ല സൂപ്പറായിട്ട് വേറെ കളർ അടിച്ചു. പിന്നെ ഇനി നമുക്ക് ഇവിടെ പണി ചെയ്യാം. അപ്പോൾ ഉള്ളിൽ അത്ര ലൈറ്റ് ഉണ്ടാവില്ല, അപ്പം നമുക്ക് ഇതും കൂടി വേണ്ടി വരും ലൈറ്റ്. അതും കൂടി വെക്കണം. പിന്നെ വോൾ എടുത്തിട്ടില്ല, അത് ഞാൻ പിന്നെ എടുക്കുകയാണ്. ഇത് മൊത്തം ഫില്ല് ചെയ്യണമല്ലേ. അപ്പോൾ ഇത് മൊത്തം ഫില്ലായി. ഇനി കുറച്ച് മുന്നിലേക്ക് പോയിട്ട് അവിടെ നിന്ന് മുകളിൽ ചെയ്യരുത്. ഇപ്പോൾ മുകളിൽ വേണ്ട, ഇപ്പോൾ താഴത്ത് ഇങ്ങനെ ബിൽഡ് ചെയ്തു. ഇവിടെ ഇങ്ങനെ പാറി നടന്നുകൊണ്ടിരിക്കുക, അപ്പം തല്ലാതിരിക്കുമോ? മനുഷ്യൻ നിൽക്കുന്നത് കാണുന്നില്ല. മനുഷ്യനല്ല, അതുവരെ ഞാൻ ഹീറോ ബ്രെയിനും കൂടിയാണ്. ഹീറോ ബ്രെയിൻ ശരിക്കുള്ളതല്ല, കോസ്റ്റ്യൂം ഇട്ട് വന്നതാണ്, അല്ലാതൊന്നുമല്ല. അല്ലാതെ ഹീറോ ബ്രെയിനിൽ റിയൽ പവർ ഉണ്ട്. പിന്നെ ഞാനാണെങ്കിൽ ഹീറോ ബ്രെയിനും അല്ല. പേരിന് കേൾക്കാൻ ഹീറോ ബ്രെയിനോ, പക്ഷെ ആളില്ല. അപ്പോൾ ഇത്രയായി. പിന്നെ ഒന്നും കൂടി ഫിൽ ചെയ്യണം. ഇനി നമുക്ക് ഉറപ്പായിട്ടും ടോർച്ചസ് വേണ്ടി വരും, അല്ലെങ്കിൽ ഉള്ളിൽ മൊത്തം ഇരുട്ടാവും. മുകളിൽ ഫില്ല് ചെയ്യണം, പക്ഷെ മുകളിൽ ഫില്ല് ചെയ്തില്ല. ടോർച്ചസ് വേണ്ട, ലാവ വെക്കിട്ടും. പിന്നെന്താ നെതർ ബ്ലോക്സ് കാണില്ല. അപ്പോൾ നമുക്ക് ഗ്ലാസ് വെക്കാം, വൈറ്റ് കളർ ഗ്ലാസ്. പിന്നെ അതിൻ്റെ കോർണേഴ്സിൽ നമ്മളുടെ ലാവക്കുട്ടൻ. ഇവിടെ കുറച്ച് വെളിച്ചം. അയ്യോ വേണ്ടേ, അറിയാതായിപ്പോയേ എൻ്റെ ദൈവമേ. പോയി. ഇപ്പം ചെയ്യരുത്. ഗ്ലാസും കുറേ വേസ്റ്റ്. ഇത് കുറേ നേരമല്ല, ഇനിയും കുറച്ചും കൂടിയും കംപ്ലീറ്റ് ചെയ്യണം. അപ്പം നമ്മളുടെ പോർട്ടൽ ഇവിടെ ലാൻഡ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് വന്നിട്ട് ഇങ്ങനെ ഡോറ് തുറക്കും. അപ്പോൾ ഡോറ് തുറന്നു കഴിഞ്ഞാൽ മനസ്സിലായി. ഇനി ഈ ഗോൾഡ് ബ്ലോക്സിൻ്റെ അപ്പുറത്ത് നമ്മളുടെ സീക്രട്ട് ആയിരിക്കും. സീക്രട്ടിക്കൽ മൊത്തം സീക്രട്ടാണ്. അയ്യോ ജാത ഊപ്പർ വേണ്ടേ, നല്ലോണം മോള് വേണ്ട. ചേട്ടൻ ഇവിടെ നിൽക്കുന്നതും കാണുന്നില്ല, അവൻ മുന്നിക്ക് വന്നുകൊണ്ടിരിക്കുക. അതെ ഞാൻ കുറേ
കംപ്ലീറ്റഡ് ആയി. ജസ്റ്റ് കുറച്ചും കൂടിയുണ്ട്. നാവോ അപ്പോൾ ഇവിടെ ഒരു മതിലായി. ഇനി നമുക്ക് വേണ്ടത് ട്രാപ്പ് ഡോർസ് വേണം. അപ്പോൾ ട്രാപ്പ് ഡോർസിൽ ഞാനും ഡാർക്ക് ഓക്ക് തന്നെ എടുക്കുന്നത്. നല്ല രസമാണ് ഡാർക്ക് ഓക്ക്. പിന്നെ ലാഡറും വേണമല്ലോ കയറാൻ. അപ്പോൾ കയറാൻ ലാഡർ കൊടുത്തു. ഇവിടെ ലാൻഡ് ചെയ്തു. 3 ബ്ലോക്ക്സ് താഴ്ത്തു. 1 2 3. അപ്പോൾ ഇവിടെ എങ്ങനെ പോകണം. പിന്നെ 1 2 3 4, പിന്നെ മുകളിൽ 1. അപ്പോൾ നമ്മൾ ഈ മതിലിനെയും കൂടിയും കടന്ന് വന്ന് ഇവിടെ സൈഡിലെത്തും. സൈഡിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് കയറണം. അപ്പോൾ ലാഡർ വെക്കാം. ലാഡർ വെച്ചു. അപ്പം നമ്മളുടെ സൂപ്പർ സീക്രട്ടിക്കലാണ്. താഴത്തല്ല വെക്കണ്ടേ, നമ്മൾ മുകളിലാണ് വെക്കണ്ടേ. ഇങ്ങനെ അപ്പോൾ ഇവിടെ ട്രാപ്പ് ഡോർസ് ആരും കാണാൻ പാടില്ല. കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ സീക്രട്ട് അറിയും. അത് ഉറപ്പാ. കാണുകയും ചെയ്യരുത്. ഇവിടെ ഞാൻ ട്രാപ്പ് ഡോറൊന്നും വെച്ചില്ല. അപ്പോൾ ഇവിടെ മൊത്തം ഫില്ല് ചെയ്തു. ഇനി ഇത് എല്ലാതും ഇങ്ങനെ ഫില്ല് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഫില്ല് ചെയ്യണം. ഫില്ല്. ഇനി അവിടെ തൊട്ട് അയ്യോ കട്ട് ചെയ്തു പോയി. അറിയാതെ ചെയ്തത്. ശരി പ്ലീസ്. ഒന്നും കാണുന്നില്ലല്ലോ. വെറും ഡീപ്പ് ഡാർക്ക് ആയോ. അപ്പം ഞാനൊന്ന് ബ്രൈറ്റ് കൂട്ടിയിട്ട് വരാം. അപ്പോൾ ഞാൻ ബ്രൈറ്റ് കൂട്ടി ഇപ്പോഴും കാണുന്നില്ലല്ലോ. ഇനി എന്തായാലും ടോർച്ച് എടുക്കാം. ടോർച്ച് കിട്ടി. ചെറിയ ഒരു ഇൻഡിക്കേറ്റർ തന്നെ മൊത്തമായി. അത് ഇവിടെ ടോർച്ച് വെച്ച് ഇപ്പം നല്ല രീതിയിൽ കാണുന്നുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ എങ്ങനെ ഇവിടെ ഇങ്ങനെ ലൈറ്റ് ആയത്. ഓ കൊള്ളാല. ഞാൻ ഇവിടെ വന്നപ്പോഴായി. ഇപ്പം ശരിക്കും കാണാനും പറ്റുന്നുണ്ട്. ഉറപ്പ്. മുകളിൽ കവർ ചെയ്യണം. ചെയ്തേക്കാ. വെറുതെ ചെയ്യുന്നതിന് കുഴപ്പമില്ല. കുഴപ്പം. അപ്പം ഞാൻ ഇവിടെ ഒബ്സിഡിയൻ വെച്ച് ഫില്ല് ചെയ്യാം. മൊത്തം ഒബ്സിഡിയൻ. കാരണം ഇത് അൺബ്രേക്കബിളാണ്. അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ പൊട്ടിച്ചു തരില്ലേ. അതുകൊണ്ട് ഇത് അൺബ്രേക്കബിളായിട്ട് ഉണ്ടാക്കി വെച്ചില്ല. അൺബ്രേക്കബിളാണ് ഈ സ്മോക്കി ഹൗസ്. അണ്ടർഗ്രൗണ്ട് അല്ല. അണ്ടർഗ്രൗണ്ട് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അയ്യോ ഞാൻ പൊട്ടിച്ചില്ലേ. ഞാൻ അറിയാതെ പൊട്ടിച്ചു പോയി. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ചെയ്തു. ഇനി ഇവിടെയും കൂടി ഫിൽ ചെയ്യണം ഗൈസ്. അത് ഈ മതിലിൻ്റെ അപ്പുറം തുറക്കൂ പെർലസ്. ഇതും കഴിഞ്ഞു നമ്മളുടെ സ്മോക്കി. ഇനി ഇവിടെ കുറച്ച് കളി തുടങ്ങാം. അയ്യോ ടോർച്ച് വെക്കണം. മുകളിൽ ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പ് ഇവിടെ ഒരു ടോർച്ച് വെച്ചു. പിന്നെ ഇവിടെ ഒരു ടോർച്ച് വെച്ചു. ശരി ഞാൻ പൊട്ടിച്ചില്ലേ. പൊട്ടിക്കരുത്. ക്രിയേറ്റീവിലായതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ പൊട്ടിയതേ ഇല്ലേ. അതെ ഞാൻ 2 ബ്ലോക്ക് താഴ്ത്തിക്കാക്കണ്ടായിരുന്നു. നമുക്ക് 1 ബ്ലോക്ക് താഴ്ത്തിക്കാക്കിയാൽ മതി. ഇങ്ങനെ നല്ല സൂപ്പറായിട്ടുണ്ട്. ഇവിടെ വേണം വെച്ചേക്കാലോ. കണ്ടേ കാണത്തില്ല. ഒബ്സിഡിയൻ ആയതുകൊണ്ട്
ഒബ്സിഡിയൻ വളരെ ഡീപ്പ് ഡാർക്കാണ്. ഡീപ്പ് ഡാർക്കിൻ്റെ പോലെ തന്നെ. അപ്പം അത് അവിടെ ഒയ്യോ. അപ്പം അത് ഞാൻ ഇവിടെയും വെച്ചു. ഇനി അവിടെ കുറച്ച് ഇവിടെ, പിന്നെ കുറച്ച് ഇവിടെ ഇങ്ങനെ, കുറച്ച് ഇവിടെ ഇങ്ങനെ. 1 2 അങ്ങോട്ട് പോവട്ടെ. നമ്മൾ കുറേ നേരമല്ലോ, ഇന്ന് കഴിയോ? ഇനി ചെസ്റ്റ് സൂപ്പർ. ഈ മതിലിൻ്റെ ബാക്കിലുള്ള ചെസ്റ്റ് അൾട്ര ആയിരിക്കും. പക്ഷെ ഞാനിപ്പോൾ തന്നെ അൾട്രയാ. നെതറൈറ്റിലൊക്കെയാണ് ഞാനിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഇലൈട്രയുണ്ട്. ഇലൈട്ര വെറുതെ ഇപ്പോൾ പറക്കാൻ ഫാൾ ഡാമേജ് എടുക്കില്ല. പക്ഷെ ഞാൻ ക്രിയേറ്റീവിലായതുകൊണ്ട് വെറുതെ ഇലൈട്ര ഇങ്ങനെ വെച്ചു. ഇത് ഞാൻ പൊട്ടിയത് കണ്ടില്ല എന്ന് വിചാരിച്ചോ? ഇവിടെ വെച്ച് ഇനി ഒബ്സിഡിയൻ വർക്കിലേക്ക് പോവാം വീണ്ടും. അപ്പോൾ അത് ലാസ്റ്റ് വൺ. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നോ. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട്. അപ്പോൾ നമ്മളുടെ സ്മോക്കി ഹൗസ് കംപ്ലീറ്റ്. പുറത്തുനിന്ന് കംപ്ലീറ്റ്, പക്ഷെ ഉള്ളിൽ നിന്ന് കംപ്ലീറ്റ് അല്ല. ഇവിടെയും ജമ്പ് ചെയ്തിട്ട് പോകണം. നമുക്ക് 1 2 3 1 2 1 2 3 ഇവിടെ ഒരു ചെസ്റ്റ്. പിന്നെ 1 2 3 ഇവിടെ ഒരു ചെസ്റ്റ്. പിന്നെ 1 2 3 ഇവിടെ ഒരു ചെസ്റ്റ്. 1 2 3 എല്ലാം നിൽക്കും. 1 2 3 ഇവിടെ ഒരു ചെസ്റ്റ്. പിന്നെ ഇവിടെ ഒരു ചെസ്റ്റ്. 1 2 3. പിന്നെ 1 2 3 ഇവിടെ ഒരു ചെസ്റ്റ് അല്ലേ. 1 2 3 പിന്നെ 1 2 3 മൂലക്കിലൊരു ചെസ്റ്റോ. ഓക്കെ, 1 2 3 ഇവിടെ ഒരു ചെസ്റ്റ്. പിന്നെ 1 2 3 ഇവിടെ നമ്മൾ സീക്രട്ട്. അപ്പോൾ അത് ഇത്രയായി. ഇനി നമുക്ക് ഇവിടെ ഇനി ലാവയുടെ ആവശ്യമില്ലല്ലോ, കാരണം നമ്മൾ ഫില്ല് ചെയ്ത് ഗ്ലാസും വേണ്ട, ട്രാപ്പ് ഡോർ വേണ്ട, ലാഡർ വേണ്ട, ടോർച്ച് വേണ്ട, പിന്നെ ഡാർക്ക് കൂട് വേണ്ട, ഇതും വേണ്ട. ഇനി നമുക്ക് വേണ്ട സൂപ്പർ തിങ്സ് ആണ്. അത് നമ്മൾ എടുക്കും. സോഡിൽ എൻ്റെ അടുത്ത് കുറേ ഉണ്ട്. അതിൽ ഞാനൊരു സൂപ്പർ സോഡ് ചൂസ് ചെയ്തു. ഞാൻ ലാവ സോഡ് എടുത്തല്ലോ. 4 ഉള്ളൂ. ഏറ്റവും ഡാമേജ് പിന്നെ എന്തിനാവും? വാർഡൻ സോഡ്. അപ്പം ഇതും പിന്നെ നമുക്കൊരു നെതറൈറ്റ് ആർമറും കൂടി കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി പവർഫുള്ളർ. അയ്യോ, സോഴ്സ് അല്ല, സോഴ്സ് വേണ്ട. പിന്നെ ചെസ്റ്റ് പ്ലേറ്റ് നെതറൈറ്റ്, ലെഗൻസ് നെതറൈറ്റ്, ബൂട്ട്സ് നെതറൈറ്റ്. പിന്നെ ഞാൻ സീക്രട്ട് വഴി ഉണ്ടാക്കി. അപ്പോൾ സീക്രട്ടിക്കലായിട്ട് ഇങ്ങനെ പോകും. പിന്നെ ഞാൻ ഇതിനടക്കും. പിന്നെ ഞാൻ ഇങ്ങനെ പോവും. മതിലിൻ്റെ അപ്പുറത്തേക്കും ആവും. പിന്നെ വെളിച്ചമില്ല. ടോർച്ച് കളയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. ടോർച്ച് കയ്യിൽ തന്നെ വെച്ച. കൈ വെച്ചു. ഇവിടെ വെളിച്ചം പടർത്തി. ഇവിടെ 1 ലൈറ്റ്. അയ്യോ, ഭയങ്കര ലൈറ്റായിപ്പോയി. ഇവിടെ ലൈറ്റ്. പിന്നെ അയ്യോ, ഇവിടെ ലൈറ്റ്. പിന്നെ ഇവിടെ ലൈറ്റ്. താഴത്തല്ല, താഴത്ത് വേണ്ട മോനെ, മുകളിൽ മതി. അപ്പോൾ അതെ ഞാനൊരു ലാർജ് ചെസ്റ്റിൻ്റെ ഉള്ളിൽ ചെറിയ സാധനങ്ങൾ. പക്ഷെ ചെറിയ സാധനങ്ങളും അത് നല്ല സൂപ്പർ സാധനം. വാർഡൻ സോഡ് ആരുടെ കൈ കിട്ടിയ ഒറ്റ അടിക്ക് വരെ പോയി. ഈ സോഡും കൂടി വെച്ചു. അടിപൊളിയായി.
ഇനിയും കഴിഞ്ഞിട്ടില്ല. നമുക്കിനി ഒരു ചെറിയ കാര്യം കൂടി ചെയ്യാനുണ്ട്. അത് ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. ഞാൻ ഇനി ഒരു വൂൾ എടുക്കണം. വൂൾ എവിടെ നോക്കട്ടെ. വൂൾ 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 വൂള് വൂൾ. ഞാൻ റെഡ് വൂൾ എടുക്കുക. അപ്പത്തെ ഇവിടെ റെഡ് ഇവിടെ വിടണം. ഇവിടെ അല്ല, ഇവിടെ നിന്ന് തുടങ്ങണം. 2 വിട്ടു. ഇവിടെ വേണം. ഇവിടെ 1 2 3. ഷെഡോ തൊഴുന്നില്ല. അപ്പം അതെ നമ്മൾ ഇവിടെ വെച്ചു. ഇനി നമ്മൾ ഇവിടെ റെഡ് ഫിൽ ചെയ്തു. അയ്യോ അറിയാതായിപ്പോയി. ഇവിടെ 1 ഇവിടെ ഇങ്ങനെ ഇവിടെയും കൂടി പിന്നെ ഇങ്ങനെ. പിന്നെ ഞാൻ ഇവിടെ വെച്ചു. അയ്യോ ഇവിടെ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോഴത്തെ ഇവിടെ ഇങ്ങനെ ഇവിടെയും മറന്നുപോയി. അപ്പോഴത്തെ ഇവിടെ നമ്മളുടെ സ്മോക്കി ഹൗസ് റെഡി. അണ്ടർഗ്രൗണ്ട് വേണ്ട, സ്മോക്കി ഹൗസ്, ജസ്റ്റ് സ്മോക്കി ഹൗസ് ആണ് സാധനം. ഞാൻ പിന്നെയും വേൾഡിലേക്ക് ടെലിപ്പോർട്ട് ആവട്ടെ. അപ്പോൾ ആ പോർട്ടൽ അങ്ങോട്ടും കൊണ്ടുവരും. ഈ പോർട്ടൽ ഇമ്മീഡിയറ്റ്ലി റീസ്പോൺ ആണ്. അപ്പം നമുക്കിത് സ്റ്റാർട്ടിങ് തൊട്ട് തുടങ്ങാം. അപ്പോൾ ദേ നമ്മൾ തുടങ്ങി. നമുക്ക് പോയി നോക്കാം നമ്മളുടെ സ്മോക്കി ഹൗസ്. കുറേ നേരമായിട്ടാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, നമ്മളിവിടെ എത്തി. ഓ, സ്മോക്കി ഹൗസ് കൊള്ളാമല്ലോ. ഇവിടെ കുറേ കഷ്ടമുണ്ടല്ലോ. പക്ഷേ അതിലൊന്നും ഞാൻ വെച്ചിട്ടില്ല. വെറും പൊട്ടനാക്കുക എല്ലാവരെയും. ഈ ട്രാപ്പ് ഡോർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാ സാധനവും പോകും. അതിന് നമ്മൾ എത്തി ഇവിടെ. ഓ മൈ ഗോഡ്, ഇവിടെ കുറേ സാധനങ്ങളുണ്ടല്ലോ. നെതറൈറ്റ് സോഡ്, നെതറൈറ്റ് അല്ല വാർഡൻ സോഡ്, നെതറൈറ്റ് ചെസ്റ്റ് പ്ലേറ്റ്, നെതറൈറ്റ് ഹെൽമെറ്റ്, നെതറൈറ്റ് ലെഗൻസ്, നെതറൈറ്റ് ബൂട്ട്സ് എല്ലാതും ഉണ്ടല്ലോ. ഓ മൈ ഗോഡ്, ഇതാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മളെ പപ്പിക്കുട്ടനൊന്ന് പോയി കണ്ടിട്ട് വരാം. പപ്പിക്കുട്ടനാണ് നിങ്ങളോട് ബായ് എന്ന് പറയുന്നത്. നമുക്കത് നമ്മളുടെ വേൾഡിലേക്ക് പോവാം. അപ്പം അതെ പ്ലീസ് ക്ലോസ്. പിന്നെ ഞാൻ ഇവിടുന്ന് ബൈ ബൈ. ഇത് നമ്മളുടെ പപ്പിക്കുട്ടൻ്റെ അടുത്ത് പോവാണേ. ഈ ബിൽഡിങ് എൻ്റെ അടിപൊളി ഇഷ്ടമാണ്. ഇത് കണ്ടില്ലേ, എത്ര കാറാണ് അവിടേക്ക് ഇങ്ങോട്ട് വിട്ട് വെച്ചിരിക്കുന്നത്. അയ്യോ, പപ്പിക്കുട്ടൻ്റെ വീട്. എൻ്റെ താത്തനുണ്ടായിരുന്നു. പപ്പു ഇവരോട് ബായ് പറയും. അപ്പോൾ നിങ്ങളോട് ബായ് പറഞ്ഞു. അപ്പോൾ ബൈ ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം മറക്കരുത്. ബൈ.